ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനും വേലായുധനും ക്ഷേത്രത്തിൽ നിന്ന് കാണിക്കവഞ്ചി മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതുവഴി വന്ന വഴിപോക്കർ അവരെ കാണാനിടയായതും വേലായുധൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിനിടയിൽ ഗോപാലകൃഷ്ണൻ ശ്രീകോവിലിനകത്തേക്ക് കയറി. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് തിടപ്പള്ളിക്കുള്ളിൽ അകപ്പെട്ടു പോയ ഗോപാലകൃഷ്ണനെ പിറ്റേന്ന് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നു. പിറ്റേന്ന് രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായി റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ശാലിനിയുടെ ഫോണിലേക്ക് പോലീസുകാരിൽ ഒരാൾ വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്ത ശാലിനിയോടായി പറഞ്ഞ വാർത്ത കേട്ട് ശാലിനി വല്ലാതെ തകർന്നു പോകുന്നു. ശാലിനി മേഡത്തിന്റെ അച്ഛനെ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് കാണിക്കവഞ്ചി മോഷ്ടിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വിവരം അറിഞ്ഞതോടെ ശാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്നു. ഉടൻ തന്നെ ശാലിനി പൊന്നിയുടെ അരികിലേക്കെത്തി കുട്ടികളെ ഇന്ന് പൊന്നി സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുക്കി വിടണമെന്നും തനിക്ക് അത്യാവശ്യമായി പോകേണ്ട കാര്യമുണ്ടെന്നും എന്തായാലും താൻ പോയിട്ട് വന്നിട്ട് കാര്യം വിശദമായി ഇവിടെ എല്ലാവരോടും പറയാമെന്നും എല്ലാ കാര്യങ്ങളും പൊന്നു നോക്കണം, മാത്രമല്ല കുഞ്ഞിന്റെ കാര്യത്തിന് ശാന്തേശിയെ വിളിച്ചു വരുത്തുകയും ചെയ്യണമെന്ന് പൊന്നിയെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് ശാലിനി മറ്റാരോടും വിവരങ്ങൾ പറയാൻ നിൽക്കാതെ വേഗം തന്നെ റെഡിയായി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. റസാക്ക് ശാലിനി വന്നിറങ്ങിയതും വിവരങ്ങളൊക്കെ ശാലിനിയോട് അറിയിച്ചു. മേഡത്തിന്റെ അച്ഛനായതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യം ന്യൂസ് വെളിയിൽ വിട്ടിട്ടില്ല എന്നും മീഡിയാസിനെ കഴിവതും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് എന്നും എന്നാൽ മേഡത്തിന്റെ പേര് ഇതുവരെയായിട്ടും അച്ഛൻ പറഞ്ഞിട്ടില്ല എന്നും റസാക്ക് അറിയിക്കണം. ശാലിനി ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തി അച്ഛന് ആരെങ്കിലും ചതിച്ചതാണോ എന്നും എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും യഥാർത്ഥ സത്യം എന്താണെന്നും ശാലിനി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നീ എന്റെ മകളല്ല എന്നും എനിക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്നും ഞാൻ നിന്റെ അച്ഛനല്ല എന്നും ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്നും മാത്രമായിരുന്നു ഗോപാലകൃഷ്ണന്റെ മറുപടി. അത് കേട്ടതോടെ ഗോപാലകൃഷ്ണനോട് ശാലിനി പറഞ്ഞു, ഇനി എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. ഇനി ബാക്കി ചോദ്യങ്ങളൊക്കെ പോലീസുകാർ അവരുടെ മുറ പോലെ തന്നെ ചോദിച്ചോളും. അവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി റസാഖിനോട് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പുറപ്പെടുന്നു. ഗോപാലകൃഷ്ണൻ മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് റസാഖും ആകെ വ്യാകുലപ്പെട്ടു. അതിനുശേഷം രാജേന്ദ്രനെ കാണുവാനായി എത്തുകയാണ് കൃഷ്ണൻകുട്ടി. രാജേന്ദ്രന്റെ വയറിന് കൃഷ്ണൻകുട്ടി തന്റെ കാലംകുടിയുടെ തുമ്പ് വെച്ച് കുത്തിയതിനു ശേഷം എന്റെ പണം എവിടെടാ, ഇല്ലെങ്കിൽ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടിയെ ഭീഷണി മുഴക്കുന്നു. രാജേന്ദ്രൻ താൻ ഇന്ന് തന്നെ കുഞ്ഞിനെ തിരിച്ചു നൽകാമെന്നും ശാന്തയോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ശാന്ത ഇന്ന് വീണ്ടും ശാലിനിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നും അവിടെ നിന്ന് കുഞ്ഞിനെ ശാന്ത തനിക്ക് എടുത്തു തരുമെന്നും ഇന്ന് തന്നെ ഞാൻ കുഞ്ഞിനെ കൈമാറാമെന്നും രാജേന്ദ്രൻ ഉറപ്പ് നൽകുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞിട്ട് പല രാത്രികളും പകലുകളും കഴിഞ്ഞിരിക്കുന്നവനും നീ നിന്റെ വാക്കുകൾ വിശ്വസിച്ച് താൻ മടങ്ങുകയില്ലെന്നും എത്രയും വേഗം തന്റെ പണം കിട്ടണം, ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞതിന് പ്രകാരം എനിക്ക് കുഞ്ഞിനെ കിട്ടിയിരിക്കണമെന്ന് കൃഷ്ണൻകുട്ടി രാജേന്ദ്രനോട് അറിയിച്ചു. ഇല്ല എങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമെന്നും പിന്നെ എന്റെ ഈ കുടയുടെ കമ്പിയായിരിക്കും നിനക്ക് ഇതിനുള്ള മറുപടി നൽകുന്നതെന്ന് വീണ്ടും കൃഷ്ണൻകുട്ടി രാജേന്ദ്രൻ ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് മടങ്ങുന്നു. രാജേന്ദ്രൻ ആശങ്കയോടെ ശാന്തയുടെ ഫോണിലേക്ക് വിളിക്കുകയും ശാന്ത കോൾ അറ്റൻഡ് ചെയ്യാതായതോടെ രാജേന്ദ്രൻ വീണ്ടും നിരാശനായി. ആ സമയത്ത് ശാലിനി കുഞ്ഞിന്റെ കാര്യമോർത്ത് ആശങ്കപ്പെടുമ്പോ ശിവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയാത്ത നിരാശയിലായിരുന്നു ശാലിനി. ശിവന്റെ ഹൃദയം അത് തന്റെ വിഷ്ണുവേട്ടന്റെ ഹൃദയമാണോ എന്നൊരു സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു ശാലിനിയുടെ മനസ്സ്. അച്ഛൻ ഇപ്പോൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളിൽ യഥാർത്ഥ സത്യം എന്താണെന്നും അച്ഛൻ എന്തിനിങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അച്ഛൻ നൽകാത്തതിനാൽ ഇനി സ്വയം വരുത്തി വെച്ചതിന്റെ വിനകൾ സ്വയം തന്നെ അനുഭവിക്കട്ടെ എന്ന നിലപാടിൽ ശാലിനിയെ മുന്നോട്ട് നീങ്ങണം. അപ്പോഴാണ് അരുണയുടെ അരികിലേക്ക് കുറച്ച് ആളുകൾ എത്തിയതും കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് വാതിൽ തുറന്ന അരുണയുടെ മുന്നിൽ നിന്നവർ പറഞ്ഞു, ഞങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കാൻ വന്നതാണെന്ന്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടതായി തന്നോട് മൂർത്തി പറഞ്ഞിട്ടില്ല എന്ന് അരുണ പറയുമ്പോഴേക്കും മൂർത്തി വാതിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അരുണ ഞാൻ പറഞ്ഞിട്ട് വന്നവരാ അവർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ നേരെ കാറിനരികിലേക്ക് കൊണ്ടുചെല്ലുകയും കാറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് വിശദമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അരുണയ്ക്കാകെ ടെൻഷനായി. എന്താ എന്താ മൂർത്തി, എന്താ നമ്മുടെ കാറ് വിൽക്കാൻ പോവുകയാണോ എന്ന് മൂർത്തിയോട് അരുണ അന്വേഷിച്ചു. അപ്പോഴേക്കും അപ്രതീക്ഷിതമായി അവിടേക്ക് ദുർഗ എത്തിച്ചേരുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ദുർഗ വേഗം തന്നെ മൂർത്തിക്ക് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, മൂർത്തി എന്താണ് നമ്മുടെ അച്ഛൻ എന്ത് രോഗമാണുള്ളത് എന്ന്. അത് കേൾക്കുന്ന മൂർത്തി തൽക്കാലത്തേക്ക് ചേച്ചി അകത്തേക്ക് കയറി പോവും, ഞാൻ അകത്തേക്ക് കയറി വരാം, വിശദമായി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും മൂർത്തിയുടെ വാക്കുകൾ കേൾക്കാനോ അനുസരിക്കാനോ ദുർഗ തയ്യാറാകുന്നില്ല.
ദുർഗ ഉടൻ തന്നെ ദേഷ്യത്തോടെ മൂർത്തിയോട് ചോദിച്ചു, എടാ നിന്റെ ഭാര്യ പറഞ്ഞിട്ടാണോ നീ ഈ സത്യം എന്നിൽ നിന്നും അമ്മയിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത്? അച്ഛന് ക്യാൻസർ ആണെന്നുള്ള കാര്യം നീ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട്, എനിക്കറിയാം ഇത് നിന്റെ ഭാര്യ പറഞ്ഞിട്ടായിരിക്കും ഇത് നീ മറച്ചു വെച്ചത്. അച്ഛൻ എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് സ്വന്തമാകുമല്ലോ, അതിനുവേണ്ടിയല്ലേ എന്ന് ചോദിച്ച് മൂർത്തിയോട് തട്ടിക്കയറുന്ന ദുർഗയോട് മൂർത്തി സമാധാനപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മാത്രമല്ല, അരുണയെ കുറ്റപ്പെടുത്താനുള്ള അവസരം തനിക്ക് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദുർഗ അരുണയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് അരുണ ദുർഗയോട് അറിയിച്ചു. അടുത്തു നിന്ന് ഈ കാര്യം കേട്ടുനിന്ന കാർത്യായനി, അച്ഛന് ക്യാൻസർ ആണോടാ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന ആ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി മൂർത്തി നിസ്സഹായനായി നിൽക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന മൂർത്തിയുടെ അച്ഛൻ പറഞ്ഞു, മോളെ, ഞാനാണ് ഇക്കാര്യം മറച്ചു വെക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടത്. ഇവരാരുമല്ല കുറ്റക്കാർ. സത്യത്തിൽ നിനക്കും അമ്മയ്ക്കും ഈ വാർത്ത അറിയുമ്പോൾ വല്ലാതെ വേദന തോന്നുമെന്നും സങ്കടം ഉണ്ടാവുമെന്നും തോന്നി. അതുകൊണ്ടാണ് ഇത് മറച്ചു വെക്കാൻ ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷേ മോളെ, നീ എന്നെ ശരിക്കും തകർത്തു കളഞ്ഞു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നീ അതിന് കണ്ടെത്തിയ ആ ഒരു കാരണം അത് എന്റെ മനസ്സിനെയാണ് ശരിക്കും മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ വേദനയോടുകൂടി പറയുമ്പോൾ ദുർഗ പറഞ്ഞു, അല്ലെങ്കിലും ഞാനിന്നിവിടെ ഒരു അധികപ്പറ്റ് തന്നെയാണല്ലോ. നിങ്ങളെല്ലാവരും കൂട്ടം കൂടുമ്പോൾ ഒന്നിച്ചാകും. അതെനിക്കറിയാം. ഞാൻ പോവാ, ഇനി ഞാൻ വരുന്നില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും എന്തുണ്ടായാലും എന്നെ ആരും അറിയിക്കുകയോ വിളിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളി അവിടെ നിന്ന് പോകുന്ന ദുർഗയെ നോക്കി വേദനയോടെ ആ അച്ഛൻ തിരികെ വിളിച്ചിട്ടും ആ വിളി കേൾക്കാൻ നിൽക്കാതെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും ദുർഗ പോകുന്നു. ഈ സമയത്ത് തകർന്നു നിൽക്കുന്ന കാർത്യായനിയെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, കാർത്യായനി, താൻ വിഷമിക്കാതെ. ഇടോ, ഇത് അങ്ങനെയുള്ള ഒരു രോഗമൊന്നും അല്ല. താൻ ഇങ്ങ് വന്നേ, ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പാവം അച്ഛൻ അവിടെ നിന്ന് കാർത്യായനി അമ്മയെ വിളിച്ചുകൊണ്ട് പോകുമ്പോ വേദനയോടെ നോക്കി നിൽക്കുന്ന മൂർത്തിയോട്, താൻ ചോദിച്ചതിന് ഇപ്പോഴും മൂർത്തി മറുപടി പറയുന്നില്ലല്ലോ എന്ന അരുണയുടെ ചോദ്യത്തിന് മൂർത്തി പറഞ്ഞു, എടോ, കുറച്ച് കടബാധ്യതയുണ്ട്, അത് ഞാൻ ഇന്ന് കൊടുക്കണം. ഇല്ല എങ്കിൽ ഉടൻ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ കേസാവും, ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്ന് വേദനയോടെ മൂർത്തി പറയുന്നത് കേട്ട് അരുണ നിസ്സഹായയായി നോക്കി നിന്നു. അതിനുശേഷമാണ് രാഘവൻ നായരുടെ അരികിലേക്ക് പിള്ളച്ചേട്ടൻ എത്തുകയും ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്നപ്പെട്ട വിവരം അറിയിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും ഈ കുഞ്ഞിന്റെ ശാപം കൊണ്ടാണ്, ഈ കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയുടെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി തന്നെ ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. ഇനിയും ആ കുഞ്ഞിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഈ കുടുംബത്തിനായിരിക്കും ആപത്തുണ്ടാവുകയെന്നും ഇവിടെയുള്ള ഓരോരുത്തരെയും നഷ്ടപ്പെട്ടു തുടങ്ങുമെന്നുമൊക്കെ ഗോപാലകൃഷ്ണൻ രാഘവൻ നായരോട് രമണപിള്ള പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന രാഘവൻ നായരുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? താനൊരു വഴി പറഞ്ഞതാടോ എന്ന് ആശങ്കയോടെ രാഘവൻ നായർ ആവശ്യപ്പെടുമ്പോൾ രാഘവൻ നായരുടെ ആ സങ്കടം കേട്ട് ഒടുവിൽ രമണപിള്ള പറഞ്ഞു, സാറേ, ഇതിനൊരു പോംവഴിയുണ്ട്. ഞാൻ പറയുന്നത് പോലെ സാറ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഒരു വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു പിള്ളയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ രാഘവൻ നായരുടെ പിള്ള പുതിയൊരു ബുദ്ധിയെ ഉപദേശിക്കുന്നു. ഈ സമയത്ത് ശാലിനി ശാരികയെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് എത്തി. അച്ഛൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്ന ശാരികയ്ക്കരികിലേക്ക് ശാലിനി എത്തിയതോടെ ശാരിക ചോദിച്ചു, ഇപ്പോൾ നമ്മുടെ കുടുംബത്ത് അമ്മയുടെ റോളാണ് ഇപ്പോൾ നിനക്കുള്ളത് അല്ലേ? അമ്മ ചെയ്യേണ്ടിയിരുന്ന ജോലികളൊക്കെ നീ ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഓടാതെ പറ്റില്ലല്ലോ ചേച്ചി, ഓടുന്നവൻ എന്നും ഓടിക്കൊണ്ടേയിരിക്കും എന്ന് ഒരു പഴഞ്ചൊല്ലുള്ളതുപോലെ അതേ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ശ്യാമ പറയുന്നത് ഞാനൊന്നും അറിയുന്നില്ല എന്നും ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നും ഞാൻ വലിയ സപ്രപഞ്ചത്തിൽ കയറിയിരിക്കുകയാണ് എന്നൊക്കെയല്ലേ എന്ന് പറഞ്ഞ് ശാലിനി വിഷമത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ശാരികയെ കാണുവാനായി അവിടേക്ക് എത്തി. കുഞ്ഞേച്ചി, വിവരങ്ങളൊക്കെ അറിഞ്ഞോ? ഇപ്പോൾ അച്ഛനോട് കുഞ്ഞേച്ചി പണം കൊടുക്കില്ല എന്ന് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ഇല്ല, അച്ഛൻ എന്നോട് പണത്തിന്റെ കാര്യം ആവശ്യം പോലും പറഞ്ഞിട്ടില്ല. ഇക്കാര്യം അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എന്ന് ശാലിനി അറിയിച്ചപ്പോൾ, അച്ഛൻ പണം ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണല്ലോ ഈ എടുത്തുചാട്ടമൊക്കെ. ഇതിനൊക്കെ അല്ലേലും കുഞ്ഞേച്ചി ഇതൊന്നും അറിയാറില്ലല്ലോ. കുഞ്ഞേച്ചി ആ മണിമാളികയിൽ അങ്ങനെ ഇരിക്കുകയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ശ്യാമേ, ഇത് വീടല്ല, ഹോസ്പിറ്റലാണ്. അക്കാര്യം മറക്കണ്ട. നിനക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് നീ സംസാരിച്ചോ എന്ന് ശ്യാമയോട് പറയുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതിന് കുഞ്ഞേച്ചി ഏത് വീട്ടിലേക്ക് വരാമെന്നായി പറയുന്നത്? അതിപ്പോ ഒരു വീടാണോ?
അമ്മ എവിടെയോ പോയി. അച്ഛൻ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ട്. വല്യേച്ചിയാണ് ഈ അവസ്ഥയിൽ ഇവിടെ. എല്ലാ രീതിയിലും ആ കുടുംബം തകർന്നിരിക്കുകയാ. കുഞ്ഞേച്ചി, ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ആകെ ആശ്രയം ഇപ്പൊ കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കുഞ്ഞേച്ചി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? സത്യത്തിൽ ഈ ഓപ്പറേഷന്റെ കാര്യത്തിനുള്ള പണത്തിന്റെ ആവശ്യം അച്ഛൻ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പണം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. അച്ഛൻ അപ്പോഴും ദുരഭിമാനമാണ് അച്ഛന് മുന്നിൽ നിന്നത്. അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി കാണിച്ചത്. എന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ അച്ഛന് അഭിമാനക്കുറവ്. എന്നാൽ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കുന്നതില് അച്ഛന് യാതൊരു അഭിമാനക്കുറവുമില്ല. ഇപ്പം എന്തായി? അച്ഛനെ ഇനി എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വന്നതെന്ന് ശാലിനി അറിയിച്ചു. ഉടനെ ശാരിക പറഞ്ഞു, മോളെ, ഞാൻ അച്ഛനോട് പലപ്പോഴും നിന്റെ പേര് ആവശ്യപ്പെട്ടതാ. പക്ഷേ അച്ഛൻ നിന്നോട് ഇക്കാര്യം പറയാൻ കൂട്ടാക്കിയില്ല. എന്ത് ചെയ്യാനാ എന്ന് ശാരിക സങ്കടത്തോടെ പറയുമ്പോൾ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കുഞ്ഞേച്ചിക്ക് ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചതും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ, അങ്ങനെയൊന്ന് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം മറന്ന് മനസ്സിലെ മറ്റ് ചിന്തകൾ നല്ല മനസ്സോടുകൂടി സ്വയം പിന്നോട്ട് ചിന്തിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ശാലിനിയോട് പറയുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ എടുത്തതും എന്താ അനു എന്ന് ചോദിച്ചപ്പോൾ അനുപല്ലവി പറഞ്ഞു, മേഡത്തെ കാണാനായി അഡ്വക്കേറ്റ് അരുണ് വന്നിട്ടുണ്ട്. ഇപ്പോഴോ? ഇങ്ങനെ ഒരു വിസിറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നില്ല. ശരി, ഞാൻ ദാ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുത്താൻ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം ഫോൺ വെച്ചിട്ട് ശാരികയോട് പറഞ്ഞു, അച്ഛനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്ത അഡ്വക്കേറ്റ് അവിടെ ഓഫീസിൽ വന്നിരിക്കുക, ഞാൻ വേഗം ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ശാലിനി ശ്യാമയോട് ചേച്ചിയെ നോക്കിക്കോണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ട് ശാലിനി അവിടെ നിന്ന് മടങ്ങി. ശാലിനി പോയി കഴിയുമ്പോഴേക്കും ആകെ വേദനയോടെ ശ്യാമ പറഞ്ഞു, പാവം, അമ്മയുണ്ടായിരുന്നെങ്കിൽ കുറേയേറെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമായിരുന്നു. അമ്മ ഇപ്പോൾ ഇതുവല്ല അറിയുന്നുണ്ടോ ആവോ എന്ന് വേദനയോടെ ശാരിക ചിന്തിച്ചുകൊണ്ട് ആ ബെഡിൽ കിടന്നു. അപ്പോഴാണ് വേലായുധനകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് മുറിയിൽ തന്നെ ഇരിക്കുകയും വേലായുധന്റെ ഭാര്യയും മകൾ റാണിയും പുറത്ത് നിന്ന് ആകെ സങ്കടപ്പെടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്ദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വേദനയോടെ ഇരിക്കുന്നു. വേലായുധനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും വേലായുധൻ വാതിൽ അടച്ച് അകത്ത് തന്നെ ഇരിക്കുന്നു. ഇല്ല, ആര് പറഞ്ഞാലും ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് വേലായുധൻ പേടിയാണെന്ന് പറഞ്ഞ് അകത്തിരിക്കുമ്പോഴേക്കും ശിവൻ അവിടേക്ക് എത്തി. ശിവൻ എന്ന് പറഞ്ഞു, വേലായേട്ടാ, വാതിൽ തുറന്നേ, ഞാൻ ശിവനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ആര് വിളിച്ചാലും ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശിവൻ പറഞ്ഞു, വേലായുധേട്ടാ, ഇത് വേലായുധേട്ടന്റെ വീടല്ലേ, ഇവിടെ വന്ന് വേലായുധേട്ടനെ ആര് ഭീഷണിപ്പെടുത്താനാ, ആര് വേലായുധേട്ടനെ പേടിപ്പിക്കാനാ എന്നെല്ലാം ശിവൻ അന്വേഷിച്ചു. മാത്രമല്ല ഞങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ എന്നൊക്കെ ശിവൻ ചോദിക്കുമ്പോഴേക്കും തുറക്കാൻ പറഞ്ഞിട്ട് വാതിൽ തുറക്കാതാവുമ്പോൾ ശിവൻ വാതിലിനിട്ട് ചവിട്ടുന്നു. അങ്ങനെ ഒന്ന് രണ്ട് ചവിട്ടുമ്പോഴേക്കും മുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. പോലീസുകാരെ പുറത്തേക്ക് ഇറങ്ങി വേഗം ഓടി വന്നിട്ട് വീടിനകത്തൊക്കെ പരിശോധിക്കാനായി കൂടെയുള്ള കോൺസ്റ്റബിൾമാരോട് പറഞ്ഞിട്ട് SI വേഗം ശിവനോട് കാര്യം പറഞ്ഞു. വേലായുധൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ വേലായുധേട്ടൻ എന്താ ഈ റൂമിനകത്തുണ്ട്, കുറേ നേരമായി മുറിക്കകത്ത് കയറി അടച്ചിരിക്കുകയാണ്, ഞങ്ങളാരും വിളിച്ചിട്ട് വാതിൽ തുറക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ തുറക്കില്ല, കാരണേ അവൻ അമ്മാതിരി പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഭഗവാന്റെ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ്, അതിലെ ഒരുത്തനെ കിട്ടി അടുത്തവനെ പിടികൂടാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം SI വാതിലിനടുത്തേക്ക് എത്തിയിട്ട് വിളിച്ചു, വേലായുധ, മര്യാദയ്ക്ക് വാതിൽ തുറന്നോ, അല്ലെ നിന്നെ ഞാൻ ഈ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല സാറേ, ഈ വേലായുധൻ അങ്ങനെ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പോലീസ് പറഞ്ഞു, ശരി ആണെങ്കിൽ നീ അവിടെ തന്നെ നിന്നോ, ഞാനേ നിന്റെ ഭാര്യയും മകളെ അങ്ങ് പൊക്കിക്കോളാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, അവരുടെ മേൽ നീ ചെയ്തു വെച്ചിരിക്കുന്ന കുറ്റങ്ങളൊക്കെ അവരുടെ മേൽ ഞാൻ ചുമത്തിക്കോളാം, അപ്പൊ പിന്നെ നിനക്ക് പുറത്തിറങ്ങാതിരിക്കാനാവില്ലല്ലോ വേലായുധ എന്ന് പറഞ്ഞു. ഒടുവിൽ വേലായുധൻ ആ ഭീഷണി കേട്ട് ആകെ ഭയന്നു. വേലായുധൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും പോലീസുകാരോട് ഉടനെ SI പറഞ്ഞു, അതെ, നിങ്ങൾ ഇവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും, വേഗം ജീപ്പിൽ കയറ്റ് എന്ന് കോൺസ്റ്റബിൾമാരോട് അറിയിച്ചപ്പോഴേക്കും റാണി പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അച്ഛൻ വന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ് എന്ന് സങ്കടത്തോടെ റാണി പറയുമ്പോഴേക്കും അവനെ കൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ പറയിപ്പിക്കാം, നിങ്ങൾ എന്തായാലും വേഗം വണ്ടിക്കകത്തോട്ട് കയറാൻ നോക്കുമെന്ന് പറഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ പോലീസുകാരോട് പറയുമ്പോഴേക്കും വേലായുധൻ വേഗം വാതിൽ തുറന്നു. വേലായുധനെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാമെന്ന് കരുതിയോടാ എന്ന് ചോദിച്ച് പോലീസ് വേലായുധനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും റാണി അരികിലേക്ക് എത്തി വെച്ചു. അച്ഛ, എന്തൊക്കെയാ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചു. മോളെ, പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ
പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു വഴി കണ്ടെത്തിയത് താൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വേലായുധൻ വിഷമത്തോടെ എല്ലാവരോടും ക്ഷമ പറഞ്ഞു. ഉടനെ തന്നെ പോലീസുകാർ വേലായുധനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേലായുധന്റെ അടുത്തേക്ക് എത്തി ശിവൻ ചോദിച്ചു, വേലായുധേട്ടാ എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പം, പറ്റിപ്പോയി ശിവ, പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വേലായുധൻ ശിവനോടും കാര്യം അറിയിച്ചു. ഉടൻ തന്നെ പോലീസുകാർ വേലായുധനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ആ സമയത്ത് ശിവന്റെ അരികിലേക്ക് എത്തി സങ്കടത്തോടെ റാണി പറഞ്ഞു, ശിവേട്ടാ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അപ്പോഴാണ് ശാലിനി ഓഫീസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ശാലിനിയോട് വിവരങ്ങളൊക്കെ അരുണ പറഞ്ഞത്. ഞാൻ വന്നത് സത്യത്തിൽ ഈ സർക്കാർ ഓഫീസുകളിൽ കൃത്യസമയത്ത് പഞ്ചിങ്ങിന് ആളെത്താത്തതിൻ്റെ പേരിൽ ഒരു റിട്ടേൺ റിട്ടേൺ കേസ് ഫയൽ ചെയ്താലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് അരുണ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ സംസ്ഥാനത്തുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരാൾ പോലും പിന്നെ ജോലിക്കുണ്ടായെന്ന് വരില്ല. കാരണം 10-11 മണി ആ ഒരു റേഞ്ചിലാണ്, 10-10:30 ആ ഒരു റേഞ്ചിലാണ് അവിടെ ആളുകൾ വന്നെത്താറുള്ളത് എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും അരുണ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് വീട്ടുവിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫയൽ ഒന്ന് കയ്യിലെടുക്കുമ്പോഴേക്കും 11-12 മണിയാവും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫയൽ നോക്കി കഴിയുമ്പോൾ ഉച്ചയൂണിന് സമയമാവും അല്ലേ എന്നൊക്കെ ശാലിനി അപ്പോഴേക്കും അരുണയോട് ചോദിച്ചു. അതൊക്കെ പോട്ടെ, എന്തായി നമ്മുടെ ജാമ്യത്തിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും മുൻപ് ഇങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ജാമ്യം കിട്ടാൻ സാധ്യത ഏറെയാണ് എന്ന് ശാലിനിയോട് അരുണ കാര്യങ്ങൾ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ശരി എന്നാ വേഗം തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അരുണ ചോദിച്ചു, ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനാണ്. ശിശുക്ഷേമ സമിതിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി പറഞ്ഞു, നാളെ നേരിട്ടൊന്ന് ചെന്ന് ഒന്ന് സംസാരിച്ചാൽ കാര്യങ്ങളൊക്കെ തരും. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ശാലിനി അറിയിച്ചിട്ടും വളരെ ഉപകാരം എന്ന് പറഞ്ഞ് അരുണ സന്തോഷത്തോടെ അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാ ശരി, ഇനിയും ഇതുപോലെ ഇതുപോലെയുള്ള ചില സഹായങ്ങൾക്കായി വേണ്ടി ഞാൻ ഇനിയും വന്ന് ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും, അതിനെന്താ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം കേട്ടോ, പ്രത്യേകിച്ച് തൻ്റെ മൂർത്തിയോട് എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അരുണ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ശാലിനി അടുത്ത ഫയൽ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഫോൺ കോൾ വന്നത് രേഷ്മയുടെ കോളാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്ത ശാലിനി രശ്മിയോട് സംസാരിച്ചു. രശ്മി ചോദിച്ചു, ശാലിനി എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയിരിക്കുകയായിരുന്നു. എന്താ ശാലിനി, എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലേക്ക് റിമൈൻഡ് ചെയ്ത് വരികയായിരുന്നു. ചില സംഭവങ്ങൾ നടന്നു, അതിനുശേഷം പല സംശയങ്ങൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നു. അതാണ് ഞാൻ രേഷ്മയെ വിളിച്ചത്. എന്താ ശാലിനി, ഇപ്പോഴും കാര്യം പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം എന്ന് രേഷ്മ ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, കൂടുതലൊന്നുമില്ല, ശിവന്റെ ഹാർട്ട് അത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിവന്റെ ഹാർട്ടാണോ ശിവന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ഹാർട്ടാണോ, അതെനിക്ക് അറിഞ്ഞാൽ മതി എന്ന് ശാലിനി ചോദിച്ചതോടെ രേഷ്മ വല്ലാതെ ഞെട്ടി. അമ്മ സത്യം രേഷ്മ കണ്ടെത്തിയതിനു ശേഷം ശാരദാമ്മയുടെ അക്കാര്യം പങ്കുവെച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞത്, ഇതിനു മുൻപേ തന്നെ ശാലിനിക്ക് അരികിലേക്ക് വിഷ്ണുവിന്റെ ആത്മാവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണുവിന്റെ ആ ഹൃദയം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും ഇനി ഇക്കാര്യം പറഞ്ഞ് ആ പവിത്രമായ ബന്ധത്തെ കൂടുതൽ വഷളാക്കേണ്ടതില്ലല്ലോ എന്ന് അന്ന് രേഷ്മയോട് ശാരദാമ്മ ചോദിച്ചതുകൊണ്ട് അക്കാര്യം ശാലിനിയോട് പറയണോ വേണ്ടോ എന്നൊരു ആശങ്കയായിരുന്നു രേഷ്മയുടെ മനസ്സിലാകെ. രേഷ്മ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ശാലിനി ചോദിച്ചു, എന്താ രേഷ്മ എന്താ മറുപടി ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചതും രേഷ്മ പറഞ്ഞു, അയ്യോ അത് പിന്നെ ശാലിനി ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും രേഷ്മ, എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, വിഷ്ണുവേട്ടന്റെ ഹാർട്ടാണോ ശിവന്റെ ശരീരത്തിലുള്ളത്? പെട്ടെന്ന് രേഷ്മ പറഞ്ഞു, ഈശ്വര, കള്ളം പറയുകയാണെങ്കിൽ അത് ഒരിക്കലും അറിയാത്ത രീതിയിൽ വേണമല്ലോ, എന്താ പറയുക, വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് ചിന്തിച്ച് രേഷ്മ പറഞ്ഞു, അയ്യോ ശാലിനി, അത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അത് മധുരയിലുള്ള ആർക്കോ ആണ് കൊടുത്തെന്നാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ മാത്രമേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുള്ളൂ. ഹോസ്പിറ്റലുകാർ അത് പറയാനോ തയ്യാറാകുന്നില്ലല്ലോ ശാലിനി എന്ന് സങ്കടത്തോടെ രേഷ്മ പറയുമ്പോൾ ശാലിനി ആകെ നിരാശയോടെ ഫോൺ വെച്ചു. അപ്പോൾ പിന്നെ വിഷ്ണുവേട്ടൻ്റെ ഹാർട്ട് അല്ലേ ശിവന്റെ ശരീരത്തിൽ വെച്ചിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് എന്ന് ശാലിനി ആശങ്കപ്പെടുമ്പോൾ രേഷ്മ വല്ലാത്ത ടെൻഷനിലായി. ഈശ്വര, ശാലിനി എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു ആ സമയത്തുള്ള രേഷ്മയുടെ ആശങ്കയും. അതിനുശേഷം ശിവൻ കുട്ടികളുമായിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. കുട്ടികൾ രണ്ടുപേരും എന്തോ ഒരു കാര്യം ശിവനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ശിവന് മനസ്സിലായി. എന്താ രണ്ടുപേർക്കും ഇടയിൽ ഒരു സംസാരം, എന്തു പറ്റി, എന്തോ രഹസ്യമുണ്ടല്ലോ, എന്താ പ്രശ്നം, വേഗം ചോദിക്കേ എന്ന് ശിവൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു, അല്ല ശിവനങ്ങൾ, ശാരിക ആൻറ്റിയുടെ കുഞ്ഞ് ഞങ്ങളുടെ അനിയത്തിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, വാവ ഞങ്ങളുടെ അനുജത്തിയല്ലേ എന്ന് രണ്ടുപേരും ചോദിച്ചു. അതേലോ, നിങ്ങളുടെ അനുജത്തിയാണല്ലോ വാവ, അപ്പോൾ ഞങ്ങൾ വാവയുടെ ചേച്ചിമാരല്ലേ എന്ന് ചോദിച്ചപ്പം,
അത് തന്നെയല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും എന്ന് ശിവൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവളോടൊരു ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇല്ലാതെ എന്താ ഇപ്പൊ അത്ര ഉത്തരവാദിത്തത്തിന്റെ കാര്യമൊക്കെ പറയാൻ കാരണം എന്ന് ശിവൻ അന്വേഷിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആ സാറയുണ്ടല്ലോ, അവളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടി എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ അവള് മേടിച്ചെന്നറിയാവോ എന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേ, ഞങ്ങൾക്കും കുഞ്ഞാവയ്ക്ക് വേണ്ടി കുറെ കളിപ്പാട്ടങ്ങൾ മേടിക്കണം. അത്രേ ഉള്ളോ? ഞാനെന്തോ വലിയ സീരിയസ് കാര്യമാണെന്നാ വിചാരിച്ചത്. അതിനെന്താ, നിങ്ങൾ വാങ്ങിച്ചോ. അങ്ങനെയാണെങ്കിലേ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു നല്ലൊരു കടയില് ശിവനങ്ങൾ വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. ശരി ശരി, അത് ഞാൻ ഏറ്റു. ആ കാണുന്ന കട നിങ്ങൾ പറഞ്ഞ പോലുള്ള ഐറ്റംസ് ഉള്ള കടയാ എന്ന് പറഞ്ഞ് വഴിയിൽ കണ്ട ഒരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വണ്ടി നിർത്തി. അതുകൊണ്ട് തന്നെ കുട്ടികളോട് പറഞ്ഞു, ശരി ശരി, വേഗം ഇറങ്ങിച്ചെന്ന് മേടിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതല്ല, ശിവനങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വരേണ്ട കാര്യം എന്താ എന്ന് ശിവൻ ചോദിച്ചു. അപ്പോഴേക്കും അടുത്ത് നിന്ന് സത്യ ചോദിച്ചു, അല്ല, അപ്പൊ പിന്നെ പൈസ ആര് കൊടുക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും, പൈസയോ? അത് ശരി, നിങ്ങൾക്കുള്ള നിങ്ങളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടി സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിനുള്ള പണം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നു. കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴേക്കും, പ്ലീസ് ശിവനങ്കിൾ എന്ന് കുട്ടികൾ രണ്ടുപേരും ആവശ്യപ്പെട്ടപ്പോൾ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഉത്തരവേ ഉത്തരവ്, ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ശിവൻ കുട്ടികളോടൊപ്പം ടോയ്സ് മേടിക്കാനായി വേഗം കടയിലേക്കൊക്കെയായിരുന്നു. ഈ സമയത്താണ് അരുൺ ആകെ ടെൻഷനോടെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ശാലിനി കോൾ എടുത്തതും ഉടനെ തന്നെ ശാലിനിയോട് ചോദിച്ചു, തിരക്കിലാണോ ശാലിനി എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനിവിടെ ഹോസ്പിറ്റലിൽ ചേച്ചിക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ബില്ലടയ്ക്കാനായിട്ട് വന്നതാ, കുറച്ച് തിരക്കിലാ, ഓടാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അല്ല, എന്താ അരുണ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, സോറി കേട്ടോ, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് അച്ഛന് വേണ്ടി ജാമ്യത്തിലെടുക്കാൻ കഴിഞ്ഞില്ല, വേറൊരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല തൊണ്ടി മുതലോട് കൂടിയല്ലേ അറസ്റ്റ് നടത്തിയത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നത്. എന്തായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുക, അത് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ജാമ്യത്തിൽ ഇറക്കാടൂ, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പിന്നെ മുൻപ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജാമ്യത്തിൽ ഇറക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനുശേഷം ശാലിനി ശാരികയുടെ അരികിലേക്ക് എത്തിയപ്പം കാര്യങ്ങളൊക്കെ ശാരിക അന്വേഷിച്ചു. അച്ഛനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞത് തൊണ്ടിമുതലോട് കൂടിയാണല്ലോ പിടിച്ചിരിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാനാ, അച്ഛൻ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും കാണിച്ച ഞാൻ എന്ത് ചെയ്യാനാ, എല്ലാം വരുന്ന പോലെ വരട്ടെ, അല്ലാതെ ഇപ്പോൾ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, എല്ലാ രീതിയിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആർക്കും എന്നെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, ഇങ്ങനെ ഓടി നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി വിഷമിക്കുമ്പോഴേക്കും ശാരിക പറഞ്ഞു, ഈ കഷ്ടപ്പാടൊക്കെ മാറും, നീ സമാധാനപ്പെട്, ശരിക്കും നമ്മുടെ അമ്മയുടെ റോളാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാത്രമല്ല നമ്മുടെ അമ്മ ശാരദയുടെ ആ ഒരു പിടിവാശിയൊക്കെ നമ്മൾ മക്കൾക്കും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു, എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കുക, ഇങ്ങനെ ഓടി നടക്കാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഓടുന്ന ആൾക്കാർക്ക് എന്നും ഓട്ടം തന്നെ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് ശാലിനി ദയനീയമായി ശാരികയോട് അറിയിച്ചു. അപ്പോഴേക്കും ശാരിക ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, എൻ്റെ മോളെങ്ങനെ, അവൾ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനായി ഏർപ്പാട് ചെയ്ത രാജേന്ദ്രൻ ശാന്തയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കുവാനായി സത്യാമ്മയുടെ വീട്ടുപടിക്കലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു. ഇതിനിടയിൽ കുഞ്ഞിനെ അങ്ങനെ ഒരു കൈമാറ്റം നടത്താൻ ശ്രമിക്കുന്ന വിവരം അറിയാതെ ശാലിനി കുഞ്ഞു സുഖമായിരിക്കുന്നെന്നും കുഞ്ഞിന്റെ കളിച്ചിരികൾ തമാശകളെ കുറിച്ചൊക്കെ ശാരികയോട് ശാലിനി വാചാലയാകുന്നു.